ഋതു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ശോകമായ കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കുക എന്നുള്ളത്. ആദ്യം അമ്മയുള്ളപ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം ഇപ്പം ഞാൻ തന്നെയാണൊക്കെ ചെയ്യേണ്ടി വരിക. പിന്നെ ചെടികളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നേക്കാളും മുന്നേ എന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് ചെടികളാണ്. അപ്പം അതൊന്നുമില്ല. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ വന്നപ്പോൾ തെങ്ങിൽ പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കളിങ്ങനെ വീഴും താഴത്തേക്ക്. പിന്നെ കുറച്ച് ദിവസം അതിങ്ങനെ അടുപ്പിച്ച് വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. പിന്നെ ചെടി ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റാനാണ് കേട്ടുള്ളത്. കാരണം മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അമ്മയുള്ളപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യുക. ചെടി മാറ്റുന്നതും വെക്കുന്നതും ഓരോ വീടുകളിൽ പോകുമ്പോഴൊക്കെ എവിടുന്നേലും ചെടിയൊക്കെ ആയിട്ടാണ് വരിക. അങ്ങനെ വെച്ചിട്ട് ഒരുപാട് ചെടികൾ പിന്നെ വാങ്ങുകയും ചെയ്യും. അങ്ങനെയായിട്ട് ഒരുപാട് ചെടികൾ പൂവുള്ളതും ഇല്ലാത്തതും സീസൺ അനുസരിച്ച് മാറ്റി മാറ്റി വെച്ച് നിറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദുബായിൽ പോയതിൻ്റെ ശേഷം ആ ചെടികളൊക്കെ പോയി. നമ്മൾ നോക്കണമല്ലോ ചെടികൾ. അപ്പോൾ നോക്കാൻ ആളില്ലാത്തതിൻ്റെ ഒരു ഇതായിട്ട് ഒരുവിധം എല്ലാ ചെടികളും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പൂവില്ലാത്ത ചെടികൾ കുറച്ച് റോസ് അങ്ങനത്തെ കുറച്ച് പേര്. അപ്പോൾ അതിലൊരാളാണ് ആയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല. എന്താ പറയുക, അതിനെ തെങ്ങിൻ്റെ ഇല പോലത്തെ ഷേപ്പുള്ളൊരു ചെടിയാണ്. പേരാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ചെടി നമ്മളൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെറിയൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കുഞ്ഞി ചട്ടിയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയി വന്നപ്പോഴേക്കും അത് ചട്ടിയേക്കാളും വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന് ആ ചട്ടിയിൽ നിർത്തിയാൽ ശരിയാവില്ല, കാരണം വേരൊക്കെ പുറത്തേക്ക്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചട്ടികൾ ചെടിയില്ലാണ്ട് ഒഴിഞ്ഞിരിക്കണമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവരൊക്കെ ഒന്ന് മൂന്നായിട്ട് ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഇള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം മൂന്നാക്കിയിട്ട് 3 ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് 3 ചട്ടിയിലായിട്ടാണ് ആ ചെടീനെ ഞാൻ പിരിച്ച് സെറ്റാക്കിയിട്ട് വെച്ചത്. ഇപ്പം ഞാനിങ്ങനെ പണ്ടത്തേക്ക് ആലോചിക്കും കേട്ടോ. കാരണം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ നോക്കിയാൽ വെറുതെ നിന്നാൽ മതി, എല്ലാം അമ്മ ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കി പൂക്കൾ അത് ശരിയായില്ല, ഈ കളർ ഇവിടെ വയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് സജഷൻസ് കൊടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാട്ടോ മനസ്സിലായത് അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ള പണിയാണ്. എന്നാലും ഇപ്പോൾ ഒറ്റയ്ക്കായ കാരണം സമയം പോകാൻ ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യണമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്കി ഇതിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഈ ചെടിയുടെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ ശരി.